വെൽക്കം ടു ലൈഫ് വിത്ത് ഒപ്റ്റോം. ഞാൻ മാളവിക, കറന്റ് എയർലൈനിൽ വർക്ക് ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ കൊറിയന്റെ ഏജൻസി പിക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ അടുത്ത് നിർബന്ധമായിട്ട് ചോദിച്ചിരിക്കേണ്ട 5 ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഡെഫിനറ്റ് ആയിട്ടും ഈ 5 ക്വസ്റ്റ്യൻസിന് അവർ ആൻസർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവരുടെ നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾ ധൈര്യമായിട്ട് കൊടുത്തോളാം. സോ എന്തൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് എന്ന് അറിയാൻ എൻഡ് വരെ കാണണം കേട്ടോ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നിർബന്ധമായിട്ടും ചോദിക്കേണ്ടത് അവർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള പോർട്ട്ഫോളിയോ പ്രിപ്പയർ ചെയ്ത് തരുമോ എന്നുള്ളതാണ്. ലാസ്റ്റ് ടൈം ഞാനൊരു ഏജൻസിയുടെ എക്സ്പെൻസിന്റെ വീഡിയോ ഇട്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏജൻസിയുടെ കോസ്റ്റ് വരുന്നത് 30,000 to 3 lakh ആണെന്ന്. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് കുറെ മെസ്സേജസ് കിട്ടി, ഞങ്ങൾ എൻക്വയറി ചെയ്തപ്പോൾ 10,000 ഏജൻസികൾ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത്. ഉണ്ടാവാം, പക്ഷെ അവരാരും നിങ്ങൾക്ക് പോർട്ട്ഫോളിയോ പ്രിപ്പയർ ചെയ്ത് തരില്ല. എന്താണ് പോർട്ട്ഫോളിയോ എന്ന് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൗറിന്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കുറെ ഡീറ്റെയിൽസ് കൊടുക്കണം എന്ന് ഞാൻ നേരത്തെ ഡോക്യുമെന്റ്സിനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ നിങ്ങൾ ഡോക്യുമെന്റ്സ് കൊടുക്കുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ലൈക്ക് നിങ്ങളുടെ വർക്ക് ഡ്യൂട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻസ് ഒക്കെ വരും. അപ്പോൾ 2000 വേർഡ്സിലൊക്കെ നിങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ആ ടൈമിൽ പോർട്ട്ഫോളിയോ, അതിനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ആ പോർട്ട്ഫോളിയോ ക്ലിയർ ആയിട്ട് എഴുതി തരുന്ന ഏജൻസികളുണ്ട്. നിങ്ങളായിട്ടൊന്നും ചെയ്യേണ്ട, അവരായിട്ട് കൊറിയൻ എങ്ങനെയാണോ വേണ്ടത് അങ്ങനത്തെ രീതിയിൽ ആ ഡോക്യുമെന്റിനെ ഫ്രെയിം ചെയ്ത് സബ്മിറ്റ് ചെയ്യും. അതിനാണ് നമ്മൾ പോർട്ട്ഫോളിയോ പറയാം. സോ ഈ പോർട്ട്ഫോളിയോ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും പ്രിപ്പയർ ചെയ്ത് തരും എന്ന് പറയുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ കൊടുക്കാൻ പറ്റും. അതല്ല നിങ്ങൾ ഈ പറയുന്ന 10,000 rupees ഫില്ല് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജസ്റ്റ് കൊറിയൽ അക്കൗണ്ട് മാത്രമേ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരുള്ളൂ. അതുപോലെ തന്നെ കൊറിയിൽ നിന്ന് വരുന്ന മെസ്സേജ് നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യും. ഇതാണ് അവർ ബേസിക്കലി ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മളൊരു ഏജൻസിക്ക് 10,000 രൂപ കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏജൻസിയിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ പോർട്ട്ഫോളിയോ പ്രിപ്പയർ ചെയ്ത് തരും എന്ന് പറയുന്നവർക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. ഇതൊരു വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് നിങ്ങൾ ഏജൻസിയോട് ചോദിക്കേണ്ടത്. ഇനി നിങ്ങൾ ചോദിച്ചിരിക്കേണ്ട രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടിയില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് റെക്കഗ്നേഷൻ ആണ്. റെക്കഗ്നേഷന്റെ സമയത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ അവർ ഡെഫിസിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുവാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ സ്റ്റെപ്പിലോട്ട് മൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ഏജൻസി ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ്? ഇതിന് അവർ കറക്റ്റ് ആയിട്ട് ആൻസർ തരുന്നുണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇതിന് അവർ ആൻസർ പറയുവാണ് നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് എന്താണ്. ഇനി അഥവാ അവർ പറയാണ് ഇല്ല ഞങ്ങൾ ചെയ്ത 100 ആപ്ലിക്കൻസിനും നമുക്ക് രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ 10 ആപ്ലിക്കേഷൻസിനും കംപ്ലീറ്റ് രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ധൈര്യമായിട്ട് ഞങ്ങളുടെ കൂടെ കുടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവരുത്. അത് നിങ്ങൾക്ക് ഒരു ട്രാപ്പാണ്. അങ്ങനെ ആർക്കും എന്താ പറയാ കൊറിയയില് നിങ്ങൾക്ക് 100% ഗ്യാരണ്ടി തരാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ഗ്യാരണ്ടി തരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതൊരു ഫെയർ ആയിട്ടുള്ള ഒരു ഏജൻസി ആയിരിക്കത്തില്ല. അപ്പൊ തന്നെ ഏജൻസി ഇത് ബാക്ക്ഔട്ട് ചെയ്തോളൂ കേട്ടോ. സോ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെക്കൻഡ് ക്വസ്റ്റിന്റെ കണ്ടിന്യൂഷൻ ആണ്. നിങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് റെക്കഗ്നേഷൻ കിട്ടിയില്ല, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയാണ് നമ്മൾ അഡാപ്റ്റേഷൻ പ്രൊവൈഡ് ചെയ്യും എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കുന്നത് അഡാപ്റ്റേഷൻ എംപ്ലോയറെ നിങ്ങൾ അയർലൻഡിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുമോ, അതിന് വിസ കോസ്റ്റ് എത്രയാകും, ബാക്കി പ്രോസസ് എങ്ങനെയാകും എന്നുള്ളതാണ് നിങ്ങൾ ചോദിക്കേണ്ട തേർഡ് ക്വസ്റ്റ്യൻ. പക്ഷെ ഒരു ഏജൻസികളും എനിക്ക് തോന്നുന്നില്ല അഡാപ്റ്റേഷന് വേണ്ടിയിട്ടുള്ള എംപ്ലോയറെ ഫൈൻഡ് ഔട്ട് ചെയ്ത് തരാമെന്നൊരു അഷുറൻസ് തരുമെന്ന്. കാര്യം ഈവൻ അയർലൻഡിലുള്ളവർക്ക് പോലും ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കാൻ വളരെ ഡിഫിക്കൽട്ട് ആണ്. അതൊരിക്കലും ഇന്ത്യയിൽ നിന്നിട്ടൊരു ഏജൻസിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അങ്ങനെ നിങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും നെക്സ്റ്റ് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. ഫോർത്ത് ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കേണ്ടത്, നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഫയൽ നമുക്ക് റെക്കഗ്നൈസ്ഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് ബേസിക്കലി 3 ഓപ്ഷൻസ് ആണ് തരിക. അഡാപ്റ്റേഷൻ ചെയ്യാൻ പറയും, അതല്ലെന്നുണ്ടെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പീലിന് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്, ഓക്കെ അഡാപ്റ്റേഷൻ എംപ്ലോയർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, എന്റെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് അപ്പീലിന് പോകാനായിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ടോ? ഇൻ കേസ് എന്റെ ഫയൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പീലിന് പോകാൻ കോൺഫിഡൻസ് ഉണ്ടോ? അതിന്റെ പ്രൊസീജിയേഴ്സ് നിങ്ങൾ ചെയ്യുമോ? എന്റെ ഫയൽ അതിനുവേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമോ എന്നുള്ളതാണ് നിങ്ങൾ ഫോർത്ത് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ്. നമ്മൾ എപ്പോഴും പോസിറ്റീവ് സൈഡ്സ് മാത്രം അല്ലെ ഒരു ഏജൻസിക്കാർ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയണം നിങ്ങൾക്ക് ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾക്ക് റിസർച്ച് ഉണ്ട്, നിങ്ങൾ അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട്, സോ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് രജിസ്ട്രേഷൻ കിട്ടും എന്ന് പറയുന്നിടത്തല്ല നിങ്ങൾ വീഴേണ്ടത്. നിങ്ങൾ മറിച്ച് അവരുടെ അടുത്ത് ചോദിക്കണം, ഓക്കെ എനിക്കത് കിട്ടിയില്ല, ഇതാണ് അടുത്തത് അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ അപ്പീലാണ് എനിക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യും? കാര്യം നിങ്ങൾ ഒരു ചെറിയ എമൗണ്ട് അല്ല കൊടുക്കുന്നത്. അപ്പം ആ എമൗണ്ടിന് ഇതും കൂടെ അവർക്ക് ചെയ്തു തരാൻ പറ്റുമോ എന്നുള്ളതാണ് നിങ്ങൾ ഫോർത്ത് ആയിട്ട് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ. ഇനി നിങ്ങളുടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, അവർ പറയാണ് നിങ്ങൾക്ക് എംപ്ലോയറെ ഫൈൻഡ് ഔട്ട് ചെയ്ത് തരും, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് ട്രെയിനിങ് തരും, അല്ലെങ്കിൽ അപ്പീലിന് അവർ പോകാൻ തയ്യാറാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ, ഇതെല്ലാം ഇനീഷ്യലി ഞാൻ തന്ന എമൗണ്ടിൽ കവർ ചെയ്യുന്നതാണോ? അതെല്ലാം കവർ ചെയ്യുന്നുണ്ട് എന്ന് അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ഫോർ ദി ഏജൻസി കേട്ടോ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നില്ല കേരളത്തിൽ ഇപ്പോൾ ഉള്ള ഒരു ഏജൻസികളും അല്ലെങ്കിൽ UK ബേസ്ഡ് ആയിട്ടുള്ള ഏജൻസികളും ഇതിനെല്ലാം നിങ്ങൾക്ക് എടുത്ത് ഓക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് 90% ആൾക്കാരും സ്വന്തമായിട്ട് അവരുടെ പ്രൊഫൈൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ വെറുതെ ഒരു ഏജൻസിക്ക് പൈസ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഇതിനെ പറ്റിയിട്ടൊക്കെ നന്നായിട്ടൊന്ന് തിങ്ക് ചെയ്തതിന് ശേഷം മാത്രം ട്രാപ്പിൽ പോയി വീഴുക. ഒരുപാട് ഏജൻസികൾ ഇപ്പം അഡ്വർടൈസ്മെന്റ്സ് നടത്തുന്നുണ്ട്, 6 മാസത്തിനുള്ളിൽ കിട്ടി, 3 മാസത്തിനുള്ളിൽ കിട്ടിയെന്ന്. അവരുടെ അടുത്ത് ജെന്യുവൻ ആയിട്ട് ചോദിക്കുക, 3 മാസത്തിനുള്ളിൽ കിട്ടിയ ഒരാളുടെ പ്രൊഫൈൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു മാർഗ്ഗം അവരുടെ മെയിൽ ഐഡിയോ ഒഫീഷ്യൽ ആയിട്ട് തന്നെ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്ത് നോക്കുക, ഇത് ശരിയാണോ എന്നുള്ള കാര്യം അവരുടെ അടുത്ത് ചോദിക്കുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ നെക്സ്റ്റ് വീഡിയോ വന്നിട്ട് കൊറിയന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോസ് ആണ്. അത് കുറച്ച് ആൾക്കാർ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ വിചാരിച്ചു അത് എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളത്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ബൈ ബൈ.